വിനോദസഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് ഇന്ന് തായ്ലൻഡ്. ബാങ്കോക്ക്, പട്ടായ, ക്രാബി, ഫുക്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഇന്ന് പലരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് തായ്ലൻഡ് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത്. 2025 സെപ്റ്റംബർ മാസം ട്രാവൽ അലൈ ഹോളിഡേയ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ തായ്ലൻഡ് യാത്രയുടെ വിശേഷങ്ങളിലൂടെ തായ്ലൻഡിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. 4 രാത്രിയും 5 പകലുകളും നീണ്ടു നിൽക്കുന്ന ബാങ്കോക്ക് പട്ടായ ടൂറിനായി കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലെ DMK എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ നാം എത്തിച്ചേർന്നാൽ പിന്നീടുള്ളത് കാഴ്ചകളുടെ ഒരു പൂരമാണ്. ഞങ്ങൾ ആദ്യം പോയത് ടൈഗർ ടോപ്പിയയിലേക്കാണ്. ആദ്യത്തെ കാഴ്ച തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നതായിരുന്നു. വിശാലമായ ഒരു പ്രദേശം മുഴുവൻ നിരവധി മൃഗങ്ങളെ അധിവസിപ്പിച്ചിരിക്കുന്നു. നിരന്തരമായ പരിശീലനത്തിലൂടെ കടുവകളെയും മറ്റ് മൃഗങ്ങളെയുമൊക്കെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കുന്ന ഒരിടം. കടുവകളോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവരുടെ പല വിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നതിനും നമുക്ക് ഇവിടെ അവസരമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി മൃഗങ്ങളെ പരിശീലനത്തിന് ഉപയോഗിക്കുകയും അവരുടെ കലാവിരുതുകൾ പ്രകടമാക്കി തരികയും ചെയ്യുന്ന ഒരുപാടിടങ്ങൾ ബാങ്കോക്കിലുണ്ട്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മെയ് വഴക്കങ്ങളോടെയാണ് ഈ പരിശീലകർ മൃഗങ്ങളോട് ഇടപെടുന്നത്. ഒരുപക്ഷെ നിരന്തരമായ പരിശീലനമാകാം അവർക്ക് ഈ ധൈര്യം നൽകുന്നത്. തായ്ലൻഡിൽ കാലുകുത്തുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ വൃത്തിയാണ്. വളരെ മനോഹരമായ തെരുവുകൾ, എവിടെയും അഴുക്കുകളോ മറ്റ് ചപ്പുചവറുകളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം. ഇത് വളരെ പ്രശസ്തമായ പട്ടായയിലെ ഒരു ബീച്ചാണ്. പകൽ സമയം വളരെ ശാന്തമാണ്. രാത്രിയായാൽ ഇവിടങ്ങൾ വളരെ തിരക്ക് പിടിച്ച ഒരിടമായി മാറും. ഇതാണ് പട്ടായയിലെ പ്രശസ്തമായ, ചിലർ കുപ്രസിദ്ധമായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ കവാടം. പകൽ സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. എന്നാൽ രാത്രി വളരെ തിരക്ക് പിടിച്ച ഒരിടമാണിത്. തായ്ലൻഡിലെല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഇത് ബിഗ് ബുദ്ധ ടെമ്പിൾ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ബുദ്ധൻ്റെ വലിയൊരു പ്രതിമ ഇവിടെ നമുക്ക് കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അംബരചുംബികളായ കെട്ടിടങ്ങളാണ്. ആകാശത്തെ തൊടുന്ന പോലെ തോന്നിക്കുന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ കെട്ടിടങ്ങൾ തായ്ലൻഡിലെവിടെയും കാണാം. ഇത് മനോഹരമായ പട്ടായ ബീച്ചിൻ്റെ ഒരു ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. പട്ടായ വ്യൂ പോയിൻറ്റിൽ നിന്നും നോക്കിയാൽ മനോഹരമായ ഒരു കാഴ്ചയാണിത്. കടലും കടൽ തീരവും അവിടെ വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഒക്കെ തന്നെയുണ്ട്. പട്ടായയിലെത്തുന്ന എല്ലാവരും ഒഴിവാക്കാതെ കാണുന്ന ഒന്നാണ് ഇവിടുത്തെ ലോകപ്രശസ്തമായ അൽക്കസാർ കാബറേ ഷോ. തായ്ലൻഡിൻ്റെ തനത് സംഗീതവും സുന്ദരികളായ കലാകാരികളുടെ പ്രകടനങ്ങളും ഏവരെയും ആകർഷിക്കുന്നതാണ്. കലാപ്രകടനം തുടങ്ങുന്നതിന് മുമ്പ് വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന സുന്ദരികൾ പുറമെ വരികയും ഇവിടെ വന്ന് അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യും. 100 ബാത്ത് കൊടുത്തിട്ടൊക്കെയാണ് പലരും ഇവരോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നത്. ഒരു വലിയ രഹസ്യം ഇവിടെയുണ്ട്. അതായത് ഈ സുന്ദരികളിൽ പലരും ലേഡി ബോയ്സ് ആണ് എന്നതാണത്. കണ്ടാൽ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
എന്നാൽ ഇവരുടെ കലാപ്രകടനങ്ങൾ ലോകത്തെ മറ്റേതൊരു കലാരൂപത്തെയും കവച്ചു വെക്കുന്നതാണ്. അതിശയിപ്പിക്കുന്ന താളങ്ങളും ലയങ്ങളും ഒക്കെയായി അവർ കലാപ്രകടനങ്ങൾ നടത്തുന്നു. ഏതൊരു നാട്ടിലെത്തിയാലും അവിടുത്തെ തനത് ഭക്ഷണം രുചിച്ച് നോക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ തായ്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തനത് ഭക്ഷണമാണ് അവരുടെ മാംഗോ സ്റ്റിക്കി റൈസ്. വളരെ രുചിയുള്ള ഒരു വെജിറ്റേറിയൻ വിഭവം. അതുപോലെ തന്നെ തായ്ലൻഡിൽ പോകുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ 7-Eleven സ്റ്റോറുകൾ. എവിടെയും ഇത്തരം സ്റ്റോറുകൾ കാണാം. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഏത് ഉൽപ്പന്നം വേണമെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കും കുറഞ്ഞ നിരക്കിൽ. പുറമെ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടുന്ന നിരക്കിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ മദ്യം മുതൽ എല്ലാം ഇവിടെ കിട്ടും. ഇനി രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരുടെ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ഭക്ഷിക്കാനും ആസ്വദിക്കുവാനും കഴിയും. വ്യത്യസ്തങ്ങളായ നിരവധി സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനൊപ്പം നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രാണികളും പാറ്റകളും പുഴുകളും ഒക്കെ തേളുകളും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് കാണാം. അതും അവർ കഴിക്കും. നമുക്കും വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാം. എന്നാൽ ഇത് മാത്രമല്ല, വളരെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചില സ്ട്രീറ്റ് ഫുഡുകൾ കൂടി ഇവിടെ പലയിടത്തും ലഭ്യമാകുന്നു എന്നതാണ്. ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകളും നാട്ടുകാരുമടക്കം രാത്രി കാലങ്ങളിൽ ഇവിടെ സന്ദർശിക്കുകയും ഈ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കുകയും ചെയ്യും. അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഏരിയ എന്ന് പറയുന്നത്. തായ്ലൻഡിൽ പലയിടത്തും ഇത്തരം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് കാണുകയും ആസ്വദിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തായ്ലൻഡ് ടൂറുമായി ബന്ധപ്പെട്ട്. ഇത് ടുക് ടുക് എന്നറിയപ്പെടുന്ന തായ്ലൻഡിലെ ജനകീയ വാഹനമാണ്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ. തെരുവുകളിലൂടെ ഇത് ഓടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എവിടെ നിന്നും കയറാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാം. ചെറിയ ചാർജ് മാത്രമേ ഈടാക്കുകയുള്ളൂ. ഇവിടുത്തെ രാത്രികൾ വളരെ മനോഹരങ്ങളാണ്. പലയിടത്തും തെരുവു ഗായകരുടെ ഗാനങ്ങളും ബീച്ചിൽ പല വിധത്തിലുള്ള കലാപരിപാടികളും നമുക്ക് കാണാൻ കഴിയും. ഇത് തായ്ലൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റ്. മനുഷ്യൻ്റെ എല്ലാ ആസക്തികൾക്കും അറുതി വരുത്തുന്ന ഒരിടമാണിത്. കൂടുതൽ വിവരിക്കുന്നില്ല. ഈ അമിതമായ സദാചാര പ്രേമമുള്ളവർക്ക് ഈ മേഖല ഒഴിവാക്കിക്കൊണ്ട് തായ്ലൻഡിനെ ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അത്തരക്കാർക്ക് അങ്ങനെയാകാം. അല്ലാത്തവർക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്ന് അതിൻ്റെ സവിശേഷതകൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യാം. ബാറുകളും ക്ലബ്ബുകളും നിറഞ്ഞ ഇവിടെ എല്ലാവിധ ആസക്തികൾക്കും അറുതി വരുത്താൻ ഇടമുണ്ട്. ബാറുകൾക്ക് മുമ്പിൽ അല്പവസ്ത്രധാരികളായ പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി നിന്ന് കൈകാട്ടി വിളിക്കുന്നത് കാണാം. ക്ലബ്ബുകളിലേക്കും മറ്റ് സ്വകാര്യ ഇടങ്ങളിലേക്കുമൊക്കെ. പട്ടായയെക്കുറിച്ച് പറയുന്ന അതിൻ്റെ ഏറ്റവും മോശം വശങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കി നിങ്ങൾക്ക് പട്ടായയും ബാങ്കോക്കും ഒക്കെ ആസ്വദിക്കാൻ ഒരുപാട് അവസരങ്ങളും സാധ്യതകളും സ്ഥലങ്ങളുമുണ്ട്. അത്തരക്കാർ ആ നിലയിൽ തായ്ലൻഡിലേക്ക് ടൂറുകൾ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും.
പട്ടായയിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് നോങ്നുച്ച് ഗാർഡൻ. ഏകദേശം 600 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന വളരെ വിശാലമായ ഒരു ഗാർഡൻ. മൃഗങ്ങളും മറ്റ് കൃത്രിമ സസ്യ ലതാദികളും ഒക്കെ തിങ്ങി നിറഞ്ഞ അതിമനോഹരമായ കാഴ്ച നൽകുന്ന ഒരിടമാണ് നോങ്നുച്ച് ഗാർഡൻ എന്ന് പറയുന്നത്. മനോഹരമായ ഗാർഡൻ കൂടാതെ നിരവധി ഷോകളും എക്സിബിഷനുകളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. എലഫൻറ്റ് ഷോ, തായ് കൾച്ചറൽ ഷോ, കാർ ഷോ ഒക്കെ. അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കാഴ്ചകൾ എത്ര ആസ്വാദ്യകരമാണ്! എത്ര മനോഹരമായാണ് ഇവയൊക്കെ പ്ലാൻ ചെയ്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കാഴ്ചകളുടെ ഒരു മഹാഘോഷം തന്നെയാണ് ഈ ഗാർഡൻ. പട്ടായയിലെത്തുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു വിരുന്നാണ് ഈ കാഴ്ചകൾ എന്ന് പറയാം. അവരുടെ തന്നെ വാഹനത്തിലൂടെയാണ് ഈ പ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇത് കാർ മ്യൂസിയമാണ്. വ്യത്യസ്തമായ വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ, പുതിയതിൻ്റെയും പഴയതിൻ്റെയും ഒക്കെ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാഹനപ്രേമികൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു കാഴ്ച വേറെ എന്താണുള്ളത്? ഇത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എങ്ങനെയൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാമെന്ന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ഒരു തടാകത്തിലൂടെ വള്ളങ്ങളിൽ സഞ്ചരിച്ച് സഞ്ചാരികളെ സന്തോഷിപ്പിക്കുന്ന ഒരിടം. ചുറ്റുപാടുകളും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടെ തായ്ലൻഡിലെ തനതായ ഭക്ഷണങ്ങളും ഒക്കെ വിളമ്പുന്നു, മറ്റ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. എല്ലാം കൃത്രിമമായി നിർമ്മിച്ചതാണ്. എങ്കിലും അതൊക്കെ ടൂറിസ്റ്റുകളെ വളരെയേറെ ആകർഷിക്കുന്നതാണ്. കൊച്ചു വള്ളങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളുമായി കച്ചവടക്കാർ നമ്മെ സമീപിക്കും. അതുപോലെ തന്നെ
നമുക്ക് വള്ളങ്ങളിൽ നിന്നിറങ്ങി അവിടെ നിർമ്മിച്ചിട്ടുള്ള ഷോപ്പുകളിൽ കടന്നു ചെന്ന് പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും രുചിച്ച് നോക്കാം. മുതല ഇറച്ചി പോലെയുള്ള ചില പ്രത്യേക വിഭവങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഇത് ചെറു ഞണ്ടുകളാണ്, വളരെ ചെറിയ കൊച്ചു ഞണ്ടുകൾ. അവ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ഒപ്പം നമ്മളെ ആസ്വദിപ്പിക്കുന്നതിനായി ചില കായിക കലാപ്രകടനങ്ങളും ഇവിടെ നടത്താറുണ്ട്. ഇതൊക്കെ ടൂറിസം എങ്ങനെ വികസിപ്പിക്കാം, ടൂറിസ്റ്റുകളെ എങ്ങനെയൊക്കെ ആകർഷിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. കരയിലൂടെ ഓടി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടുകൾ, ഇത്തരം കൗതുകങ്ങൾ പലതുമുണ്ട് പട്ടായയിൽ. ബാങ്കോക്കിലെത്തിയാൽ കാണാൻ അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സഫാരി പാർക്കും മറൈൻ വേൾഡും. നിരവധി ഷോകളിലൂടെ മൃഗങ്ങൾ മനുഷ്യരോടൊപ്പം ഇടപെടുന്നു. അവിടുത്തെ ഒറാങ്ങുട്ടാങ് ഷോ വളരെ പ്രശസ്തമാണ്. കൂടാതെ എലഫൻറ്റ് ഷോ, ഇത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും വളരെയേറെ ആകർഷിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ സഫാരി വേൾഡിലെ ഏറ്റവും പ്രശസ്തമായ ഷോ അവിടുത്തെ ഡോൾഫിൻ ഷോയാണ്. നിരവധി പക്ഷികളും ദേശാടന പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള സഫാരി വേൾഡിലൂടെയുള്ള നമ്മുടെ വാഹനത്തിലുള്ള സഞ്ചാരം, അതും മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്, അനുഭവമാണ്. ബാങ്കോക്കിലെ ഇൻ്റർനാഷണൽ ഡിന്നർ ക്രൂയിസ് മറ്റൊരു വലിയ അത്ഭുതമാണ്. രാത്രി വിഭവസമ്പന്നമായ ഭക്ഷണം കഴിച്ച് ക്രൂയിസിലുള്ള ഒരു യാത്ര, പാട്ടും കൂത്തുമായി വലിയൊരു അനുഭവം നമുക്ക് ലഭ്യമാകുന്നു. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നിരവധി ബുദ്ധക്ഷേത്രങ്ങളുണ്ട് തായ്ലൻഡിൽ. അതുകൊണ്ട് തന്നെ ടെമ്പിൾ ടൂർ എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത് ഗോൾഡൻ ടെമ്പിൾ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്.
അതുപോലെ മറ്റൊന്നാണ് മാർബിൾ ബുദ്ധ ടെമ്പിൾ. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ തായ്ലൻഡിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. തായ്ലൻഡിൽ നിന്ന് മടങ്ങി വരുന്ന ഒരാളുടെ മനസ്സ് നിറയെ കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഒരു കൂടാരമായിരിക്കും